ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മളുടെ മൊഡ്യൂൾ 2-ൻ്റെ 5th ലെക്ചറാണ്. ഈ ലെക്ചറിൽ നമ്മൾ സ്പിൻഡിൽ മെക്കാനിസത്തിനെ കുറിച്ചിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്പിൻഡിൽ എന്താണെന്ന് ലെയ്ത്തിൻ്റെ പാർട്സ് പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ സ്പിൻഡിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഹോളോ ഡ്രൈവിംഗ് ഷാഫ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്പിൻഡിൽ എന്ന് വിളിക്കുന്നത്. ഈ സ്പിൻഡിൽ നമ്മുടെ ലെയ്ത്തിൻ്റെ ഹെഡ് സ്റ്റോക്കിലായിരിക്കും ഇരിക്കുന്നത്. ഈ സ്പിൻഡിൽ നമ്മളൊരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആയിട്ടുള്ള ചക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വർക്ക് ഹോൾഡിംഗ് ഡിവൈസോ വെച്ചിട്ട് അതിനുള്ളിലോട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ വർക്കിനെ പ്ലേസ് ചെയ്യുന്നത്. ഇനി അടുത്തത്, സ്പിൻഡിൻ്റെ ഒരെൻഡിൽ എന്ത് ചെയ്യും? ഒരു ഡ്രൈവ് വരും. ആ ഡ്രൈവ് നമ്മളുടെ വർക്ക് പീസിലോട്ട് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യുകയാണ് സ്പിൻഡിൽ ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട്, ഓരോ വർക്ക് പീസ് മെഷീൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പല പല ഓപ്പറേഷൻസ് ചെയ്യുമ്പോഴും സ്പിൻഡിലിൻ്റെ സ്പീഡ് എന്തായിരിക്കും? പലതായിരിക്കും. അല്ലെങ്കിൽ പല സ്പീഡിൽ നമ്മളുടെ വർക്കിനെ കറക്കിയെങ്കിൽ മാത്രമേ പല പല ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ വർക്കിന് ഡിഫറൻറ്റ് സ്പീഡ് വരുത്താനായിട്ട് നമ്മൾ സ്പിൻഡിലിൻ്റെ സ്പീഡിനെ എന്ത് ചെയ്യും? വേരി ചെയ്യും. ആ സ്പിൻഡിലിൻ്റെ സ്പീഡിനെ വേരി ചെയ്യുന്ന 3 മെക്കാനിസത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ലെക്ചറിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ സ്പിൻഡിലിൻ്റെ സ്പീഡ് വേരി ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് മെക്കാനിസം അത് നമ്മൾ സ്റ്റെപ്പ്ഡ് കോൺപുള്ളി ഡ്രൈവ് ആണ്. അതിനു മുമ്പായിട്ട് നമുക്ക് നോക്കാം. ഇതായിരുന്നു നമ്മളുടെ ലെയ്ത്തിൻ്റെ ഹെഡ് സ്റ്റോക്ക്. ഈ ഹെഡ് സ്റ്റോക്കിൽ നമുക്ക് ഒരു മോട്ടറോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രൈവിംഗ് മെമ്പർ കാണും. ആ ഒരു മോട്ടറിൽ നിന്നുള്ള പവർ നമുക്ക് എവിടെ കിട്ടും? നമ്മളുടെ സ്പിൻഡിലിൻ്റെ ഒരെൻഡിൽ കിട്ടും. സ്പിൻഡിലിൻ്റെ ഒരെൻഡിൽ നമുക്ക് ഡ്രൈവ് കിട്ടും. ആ ഡ്രൈവ് ഈ സ്പിൻഡിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് മറ്റേ എൻഡിലുള്ള വർക്ക് പീസിലോട്ട് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതായിരുന്നു നമ്മുടെ സ്പിൻഡിലിൻ്റെ ഒരെൻഡിൽ നമുക്ക് ഡ്രൈവ് കിട്ടുന്നുണ്ട്. ആ ഡ്രൈവ് സ്പിൻഡിലിൻ്റെ അപ്പുറത്തെ എൻഡിലുള്ള വർക്കിലോട്ട് സ്പിൻഡിൽ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെക്കാനിസം എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ്ഡ് കോൺപുള്ളി ഡ്രൈവ് ആണ്. അപ്പോൾ സ്റ്റെപ്പ്ഡ് കോൺപുള്ളി ഡ്രൈവ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെക്കാനിസം ആണ്. അതായത് ഇവിടെ ഒരു മോട്ടറുണ്ട്. മോട്ടർ എന്ന് പറയുമ്പോൾ ഒരു ഷാഫ്റ്റിലോട്ട് എന്തായിരിക്കും? കണക്റ്റഡ് ആയിരിക്കും. ആ ഷാഫ്റ്റിൽ എന്ത് കാണും? നമ്മുടെ ഒരു സ്റ്റെപ്പ്ഡ് കോൺപുള്ളീസ് കാണും. സ്റ്റെപ്പ്ഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പല പല കോൺപുള്ളീസ്, പല ഡയമീറ്ററുള്ള കോൺപുള്ളീസ് ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സ്റ്റെപ്പ്ഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു കോൺപുള്ളി ആയിരുന്നു, ഇതൊരു കോൺപുള്ളി ആയിരുന്നു, ഇതൊരു കോൺപുള്ളി ആയിരുന്നു. അപ്പോൾ ഈ കോൺപുള്ളീസ് എല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് എന്തായി? ഒരു സ്റ്റെപ്പ്ഡ് കോൺപുള്ളി ആയി. അപ്പോൾ മോട്ടറുണ്ട്. മോട്ടറിൻ്റെ ഷാഫ്റ്റിലോട്ട് നമ്മൾ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? നമ്മുടെ സ്റ്റെപ്പ്ഡ് കോൺപുള്ളീസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു വേറെ ഷാഫ്റ്റ് ഉണ്ട്. ഈ ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്തായിരിക്കും? സ്പിൻഡിലായിരിക്കും. ആ സ്പിൻഡിലും എന്ത് കാണും? ഇങ്ങനെ കോൺപുള്ളീസ് കാണും. സോ ഇവിടുന്ന് പവർ എങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും? നമ്മളുടെ സ്പിൻഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ആ സ്പിൻഡിലോട്ട് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഈ ഒരു ബെൽറ്റ് വഴിയായിരിക്കും എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പം നമ്മുടെ മോട്ടറാണ്. മോട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഷാഫ്റ്റിനെ കറക്കുന്നുണ്ട്. ആ ഷാഫ്റ്റിലായിരിക്കും നമ്മുടെ കോൺപുള്ളീസ് വെച്ചേക്കുന്നത്. ഇനി അടുത്തത് വേറെ ഒരു ഷാഫ്റ്റ്. ആ ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പിൻഡിലായിരിക്കും. ആ സ്പിൻഡിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ കോൺപുള്ളീസ് വെച്ചിട്ടുണ്ട്. ഇനി ആ ബെൽറ്റ് വഴി ഇവിടെ നിന്നുള്ള റൊട്ടേഷൻ എവിടെ കിട്ടും? ഇവിടെ കിട്ടും. ഇവിടെ ഇപ്പം മൊത്തത്തിൽ എത്ര സ്പീഡായിരിക്കും വരുന്നത്? 4 സ്പീഡായിരിക്കും വരുന്നത്. ഇവിടെ ഇപ്പം 4 സ്റ്റെപ്പ് അല്ലേ വരുന്നത്. സോ 4 സ്റ്റെപ്പ് ആയതുകൊണ്ട് 4 സ്പീഡായിരിക്കും വരുന്നത്. ഇപ്പോൾ ഇടുവാണെന്നുണ്ടെങ്കിൽ സ്പീഡ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. കാരണം ചെറിയ സ്റ്റെപ്പാണ് അവിടെ വന്നേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് റൊട്ടേഷൻ നടക്കും. അതേസമയത്ത് ഇടുവാണെന്നുണ്ടെങ്കിൽ സ്പിൻഡിലിൻ്റെ സ്പീഡ് എന്തായിരിക്കും? അല്ലെങ്കിൽ റൊട്ടേഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം ഡയമീറ്റർ വളരെ വലുതാണ്. സോ ഒരു റൊട്ടേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? സമയം കൂടുതൽ എടുക്കുന്നുണ്ട്. സോ അതാണ് നമ്മുടെ സ്റ്റെപ്പ്ഡ് കോൺപുള്ളി ഡ്രൈവ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ സ്പിൻഡിലാണ്. സ്പിൻഡിലിനകത്ത് നമ്മൾ ആ കോൺപുള്ളീസ് വെച്ചിട്ടുണ്ട്. ആ കോൺപുള്ളീസിലോട്ട് ഒരു ബെൽറ്റ് വഴി പവർ വരുന്നുണ്ട്. ആ പവർ വരുന്നത് വേറെ ഒരു കോൺപുള്ളിയിൽ നിന്നാണ്. ഈ ഒരു കോൺപുള്ളിയെ നമ്മൾ ഇവിടെ ഒരു മോട്ടർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കോൺപുള്ളിയെ കറക്കുന്നത്. സോ ആ കോൺപുള്ളി കറങ്ങുന്നതിനനുസരിച്ച് ഈ ഒരു ബെൽറ്റിലൂടെ പവർ എവിടെ വന്നിട്ട് നമ്മുടെ ആ സ്പിൻഡിലുള്ള കോൺപുള്ളി എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ സ്പിൻഡിലുള്ള കോൺപുള്ളി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്പിൻഡിലും റൊട്ടേറ്റ് ചെയ്യും. സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്പിൻഡിലിൻ്റെ ഒരെൻഡിൽ അറ്റാച്ച് ചെയ്തേക്കുന്ന വർക്കും എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ഇതതിൻ്റെ വേറെ ഒരു ഫിഗർ തന്നെയാണ്. ഇവിടെ ഒരു മോട്ടർ ഉണ്ടായിരുന്നു. മോട്ടറിൽ കോൺപുള്ളി, അവിടുന്ന് ബെൽറ്റ് വന്നു. ഇത് സ്പിൻഡിൽ കോൺപുള്ളി, ഇനി അടുത്ത സ്പിൻഡിലിൻ്റെ ഒരെൻഡിലായിട്ട് വർക്ക്. അപ്പോൾ സ്പിൻഡിൽ കറങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ വർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങുന്നുണ്ട്. ഇത് ആ ഒരു ഫിഗർ തന്നെയാണ്. മോട്ടറിനകത്ത് കോൺപുള്ളി, സ്റ്റെപ്പ്ഡ് കോൺപുള്ളി. ആ സ്റ്റെപ്പ്ഡ് കോൺപുള്ളിയിൽ നിന്ന് ബെൽറ്റ് വന്നു. ഇതെടുത്ത് നമ്മുടെ സ്പിൻഡിലായിരുന്നു. ആ സ്പിൻഡിലിൻ്റെ കോൺപുള്ളിയിലോട്ട് നമ്മുടെ പവർ ട്രാൻസ്ഫർ ചെയ്യും.
ഇനി അടുത്ത രണ്ടാമതായിട്ട് വരുന്ന മെക്കാനിസമാണ് നമ്മുടെ ഗിയേർഡ് ഡ്രൈവ് എന്ന് പറഞ്ഞ മെക്കാനിസം. ബാക്ക് ഗിയർ ഡ്രൈവ് എന്ന് പറഞ്ഞ മെക്കാനിസം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെക്കാനിസം എന്ന് പറയുമ്പോൾ നമ്മളുടെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പ്ഡ് കോൺപുള്ളി ഡ്രൈവ് ആയിരുന്നു. അടുത്ത രണ്ടാമത്തെന്ന് പറയുമ്പോൾ ബാക്ക് ഗിയർ ഡ്രൈവ്. ബാക്ക് ഗിയർ ഡ്രൈവ് എന്ന് പറയുമ്പം നമ്മളുടെ കോൺപുള്ളി പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ അഡീഷണലായിട്ട് നമ്മുടെ ഒരു ബാക്ക് ഗിയർ കൂടെ വരുന്നുണ്ട്. ഇതാണ്ട് ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളുടെ സ്പിൻഡിലാണ്. ആ സ്പിൻഡിലിനകത്ത് വേണ്ടേ ആ സ്റ്റെപ്പ്ഡ് കോൺപുള്ളി വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറകിലായിട്ട് ഒരു ബാക്ക് ഗിയർ അറേഞ്ച്മെൻറ്റ് കൂടെ അവിടെ വരുന്നുണ്ട്. കണ്ട ഈ ഒരു ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരുന്നു നമ്മുടെ സ്പിൻഡിലിനകത്ത് സ്റ്റെപ്പ്ഡ് കോൺപുള്ളിയുടെ പുറകിലായിട്ട് ഒരു ബാക്ക് ഗിയർ കണ്ടോ. ഇതായിരുന്നു നമ്മുടെ സ്പിൻഡിലിനകത്ത് സ്റ്റെപ്പ്ഡ് കോൺപുള്ളി, അതിൻ്റെ പുറകിലായിട്ട് എന്ത് വരുന്നുണ്ട്, ഒരു ബാക്ക് ഗിയർ മെക്കാനിസം കൂടെ വരുന്നുണ്ട്. ഇനി അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വേണ്ട ഇപ്പം ഇതായിരിക്കും നമ്മുടെ സ്പിൻഡിൽ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ, വേണ്ട ഇതാണ് നമ്മുടെ സ്പിൻഡിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സ്പിൻഡിലിനകത്ത് നമ്മൾ നമ്മുടെ ആ കോൺ പുള്ളീസ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ സ്പിൻഡിലിനകത്ത് എന്ത് വെച്ചിട്ടുണ്ട്, കോൺ പുള്ളീസ് വെച്ചിട്ടുണ്ട്. ഇനി കോൺ പുള്ളിയുടെ ഒരറ്റത്ത് ഒരു ചെറിയ ഗിയർ, മറ്റേ അറ്റത്ത് എന്താണ് ഒരു വലിയ ഗിയറുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കോൺപുള്ളിയുടെ ഒരറ്റത്ത് ഒരു ചെറിയ ഗിയർ, ആ ഗിയറിനെ നമ്മൾ പിനിയൻ എന്ന് വിളിക്കും. മറ്റേ അറ്റത്ത് ഒരു വലിയ ഗിയർ, അതിനെ നമ്മൾ ബുൾ ഗിയർ എന്ന് വിളിക്കും. അപ്പോൾ നമ്മുടെ സ്പിൻഡിൽ വന്നു, സ്പിൻഡിലിൻ്റെ ഒരറ്റത്ത് പിനിയൻ, അടുത്തതായിട്ട് നമ്മുടെ കോൺപുള്ളീസ്, അടുത്തായിട്ട് എന്താണ് വന്നിരിക്കുന്നത്, ബുൾ ഗിയർ ആണ് വന്നിരിക്കുന്നത്. ഇതേണ്ടേ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഇപ്പോൾ മോട്ടറിനകത്തുനിന്ന് ഇപ്പോൾ ഇവിടെ ഒരു മോട്ടർ കാണും. ആ ഒരു മോട്ടറിനകത്തുനിന്ന് ഡ്രൈവ് വരുന്നുണ്ട്. ആ ഡ്രൈവ് ആരെ കറക്കും, നമ്മുടെ കോൺപുള്ളിയെ കറക്കും. ആ കോൺപുള്ളിയെ കറങ്ങുന്നതിനനുസരിച്ച് ഓരോ സ്റ്റെപ്പിൽ വീഴുന്നതിനനുസരിച്ച് ഓരോ സ്പീഡായിരിക്കും. ABCD എന്ന് പറഞ്ഞാൽ 4 സ്റ്റെപ്പുണ്ട്. അപ്പോൾ 4 സ്റ്റെപ്പിൽ നമ്മളുടെ ആ ഒരു ബെൽറ്റ് വീഴുന്നതിനനുസരിച്ച് 4 സ്പീഡിലായിരിക്കും ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു മോട്ടർ വരുന്നുണ്ട്. ഈ ഒരു മോട്ടറിൽ നിന്ന് നമ്മുടെ പവർ എവിടെ കിട്ടും, നമ്മുടെ ആ കോൺപുള്ളിയിലോട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ മോട്ടറായിരുന്നു, ആ ഒരു മോട്ടറിൽ നിന്ന് ബെൽറ്റ് വഴി നമ്മുടെ ഈ ഒരു കോൺപുള്ളിയിലോട്ട് കണക്റ്റഡ് ആണ്. സോ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ബെൽറ്റിലോട്ട് പവർ വരുന്നുണ്ട്. സോ ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ആ കോൺപുള്ളി കറങ്ങും. അപ്പോൾ കോൺപുള്ളി കറങ്ങുമ്പം ഇവിടെ സ്പിൻഡിൽ കറങ്ങത്തില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പം നേരത്തെ കേസിൽ നമ്മളുടെ ഈ ഒരു മെക്കാനിസം ഒക്കെ ആയിരുന്നെന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മളുടെ സ്പിൻഡിലും നമ്മളുടെ കോൺപുള്ളി എന്തായിരുന്നു, കണക്റ്റഡ് ആയിരുന്നു. അതായത് സ്പിൻഡിൽ കറങ്ങുമ്പം അല്ലെങ്കിൽ കോൺപുള്ളി കറങ്ങുമ്പോൾ നമ്മുടെ സ്പിൻഡിൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കോൺപുള്ളിയിലോട്ട് റൊട്ടേഷൻ വരുന്നുണ്ട്. ആ കോൺപുള്ളി റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സ്പിൻഡിലും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, കറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ ഈ കേസിൽ ഇതെന്ന് പറയുമ്പോൾ നമ്മളുടെ ബാക്ക് ഗിയർ ഡ്രൈവിൻ്റെ കേസിൽ നമ്മളുടെ കോൺപുള്ളി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്പിൻഡിൽ എന്ത് ചെയ്യത്തില്ല, കറങ്ങത്തില്ല. ദാണ്ട് ഇവിടെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ദാണ്ട് അതിനൊരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. നമ്മളുടെ ആ സ്പിൻഡിലും ആ ഒരു കോൺപുള്ളിയായിട്ട് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തേക്കുന്നത് കണ്ടോ. അപ്പോൾ മോട്ടറിൽ നിന്ന് കറക്കം എങ്ങോട്ട് വരുന്നുണ്ട്, നമ്മുടെ കോൺപുള്ളിയിലോട്ട് വരുന്നുണ്ട്. സോ കോൺപുള്ളി കറങ്ങുന്നുണ്ട്. പക്ഷേ കോൺപുള്ളി കറങ്ങുമ്പോൾ സ്പിൻഡിൽ കറങ്ങുന്നുണ്ടോ, സ്പിൻഡിൽ കറങ്ങത്തില്ല. കാരണം സ്പിൻഡിലും കോൺപുള്ളിയുമായിട്ട് കണക്റ്റഡ് അല്ല. അപ്പോൾ നമുക്ക് സ്പിൻഡിലിനെ കറക്കണ്ടേ. അപ്പോൾ സ്പിൻഡിലിനെ കറക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് നമുക്കിവിടെ ഒരു ബുൾ ഗിയർ ഉണ്ട്. ഈ ഗിയറിനെ നമ്മൾ ബുൾ ഗിയർ എന്നായിരുന്നു വിളിക്കുന്നത്. ഈ ബുൾ ഗിയറും സ്പിൻഡിലുമായിട്ട് എന്താ, കണക്റ്റഡ് ആണ്. സോ ബുൾ ഗിയർ കറങ്ങിക്കഴിഞ്ഞാൽ സ്പിൻഡിൽ എന്ത് ചെയ്യും, കറങ്ങും. അപ്പോൾ ബുൾ ഗിയറിനെയാണ് നമ്മൾ കറക്കുന്നത്. അപ്പോൾ ബുൾ ഗിയറിനെ കറക്കാൻ വേണ്ടി നമ്മുടെ ആ കോൺപുള്ളിയുടെയും ബുൾ ഗിയറിൻ്റെയും ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ട്. സോ ആ ഒരു ഗ്യാപ്പിനെ മാറ്റണം. ആ ഗ്യാപ്പിനെ മാറ്റാനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മളൊരു പിൻ എന്ത് ചെയ്യും, ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യും. നമ്മുടെ ആ കോൺപുള്ളി ബുൾ ഗിയറുമായിട്ട് അറ്റാച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അതൊരു പിൻ വഴി അറ്റാച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, കോൺപുള്ളി കറങ്ങുമ്പം എന്ത് കറങ്ങും, നമ്മുടെ ബുൾ ഗിയർ കറങ്ങും. അപ്പോൾ ബുൾ ഗിയർ കറങ്ങുമ്പം എന്ത് കറങ്ങിക്കോളും, സ്പിൻഡിൽ കറങ്ങിക്കോളും. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എത്ര സ്പീഡ് കിട്ടും, 4 സ്പീഡ് കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോൺപുള്ളിയും സ്പിൻഡിലും കണക്റ്റഡ് ആണോ, അല്ല. സ്പിൻഡിലും ബുൾ ഗിയറുമാണ് കണക്റ്റഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ കോൺപുള്ളിയെ എങ്ങോട്ട് കണക്ട് ചെയ്യും, ബുൾ ഗിയറിലോട്ട് കണക്ട് ചെയ്യും. സോ കോൺപുള്ളി കറങ്ങുമ്പോൾ ബുൾ ഗിയർ കറങ്ങും, ബുൾ ഗിയർ കറങ്ങുമ്പോൾ എന്ത് കറങ്ങും, സ്പിൻഡിൽ കറങ്ങും. അങ്ങനെ നമുക്കിപ്പോൾ എത്ര സ്റ്റെപ്പ് ഉണ്ട്, 4 സ്റ്റെപ്പ് ഉണ്ട്. ആ 4 സ്റ്റെപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് 4 സ്പീഡും അവിടെ നമുക്ക് കിട്ടും. ഇനി അടുത്തായിട്ട് നമുക്ക് ആ ബാക്ക് ഗിയറിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ബാക്ക് ഗിയർ ഇതുമായിട്ട് എൻഗേജ്ഡ് ആയിരുന്നോ, അല്ല. ബാക്ക് ഗിയർ നമ്മൾ
മാറിയായിരുന്നു ഇരുന്നത്. അപ്പോൾ നമ്മളൊരു ഹാൻഡിലിങ് പിടിച്ച് ഈ ഒരു ലിവർ പിടിച്ച് തിരിക്കാൻ നേരത്ത്, ആ ലിവർ പിടിച്ചിടാൻ നേരത്ത് നമ്മളുടെ ഈ ക്യൂവും ആറും ഗിയറും എന്ത് ചെയ്യും? ക്യൂ ഈ പിനിയൻ പിയുമായിട്ട് അറ്റാച്ച് ചെയ്യും, ആറ് നമ്മുടെ ബുൾ ഗിയർ എസുമായിട്ടും എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്യും ആണല്ലോ. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഈ പിൻ എന്ത് ചെയ്യണം? അങ്ങ് റിമൂവ് ചെയ്യണം. നോക്കണേ, ഇത് പിൻ കണ്ടോ? ആക്ച്വലി ഇതായിരുന്നു നമ്മളുടെ ബുൾ ഗിയർ എന്ന് പറയുന്നത്. ഇതായിരുന്നു നമ്മളുടെ ബുൾ ഗിയർ. ഇത് നമ്മളുടെ സ്റ്റെപ്പ്ഡ് കോൺപുള്ളിയായിരുന്നു. ആ ബുൾ ഗിയറും നമ്മളുടെ ആ ഒരു പിനിയനൂടെ ബുൾ ഗിയർ ഇതെന്തായിരുന്നു? നമ്മളുടെ സ്റ്റെപ്പ്ഡ് കോൺപുള്ളി. ആ ബുൾ ഗിയറും സ്റ്റെപ്പ്ഡ് കോൺപുള്ളിയായിട്ട് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുന്നത്? ഈ ഒരു പിൻ വഴിയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു പിൻ ഇടാൻ നേരത്ത് നമ്മുടെ ആ ബുൾ ഗിയറും നമ്മുടെ കോൺപുള്ളിയായിട്ട് എന്താവും? ഒരു മെമ്പറാവും. സോ ബുൾ ഗിയർ കറങ്ങുമ്പോൾ എന്തും കറങ്ങും, നമ്മളുടെ കോൺപുള്ളി കറങ്ങുമ്പോൾ എന്തും കറങ്ങും? നമ്മളുടെ പിനിയണും കറങ്ങുമാണ് അവിടെ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു കേസിൽ നമ്മളുടെ ഈ ബാക്ക് ഗിയർ എന്തായിരുന്നു? മാറിയായിരുന്നു ഇരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആ ബാക്ക് ഗിയറിനെ എന്ത് ചെയ്യാണ്? പിടിച്ചിടുവാണ്. അപ്പോൾ ഈ ഒരു ലിവർ പിടിച്ച് തിരിക്കുമ്പോഴത്തേക്കിന് നമ്മളുടെ ബാക്ക് ഗിയറും നമ്മളുടെ ഈ ഗിയേഴ്സുമായിട്ട് എന്ത് ചെയ്യും? എൻഗേജ് ചെയ്യും. അപ്പോൾ ബാക്ക് ഗിയറിലെ വലിയ ഗിയറും പിനിയനുമായിട്ട് എൻഗേജ് ചെയ്യും, ബാക്ക് ഗിയറിലെ ചെറിയ ഗിയറും ബുൾ ഗിയറുമായിട്ട് എന്ത് ചെയ്യും? എൻഗേജ് ചെയ്യും. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ പിൻ എന്ത് ചെയ്യണം? നമ്മളങ്ങ് റിലീസ് ചെയ്യണം. അതായത് വീണ്ടും എന്ത് ചെയ്യണം? ഇത് നമ്മളുടെ കണക്ഷൻ വിടണം. ഇത് നമ്മളുടെ കണക്ഷൻ വിട്ടിട്ടേ നമ്മൾ ആ ബാക്ക് ഗിയർ എന്ത് ചെയ്യാവുള്ളൂ? എൻഗേജ് ചെയ്യിപ്പിക്കാവുള്ളൂ. ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ആദ്യത്തെ കേസിൽ. ഈ കേസിൽ എന്ന് പറയുമ്പോൾ പിന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നിട്ട കേസിൽ നമ്മളുടെ കോൺപുള്ളിയും നമ്മളുടെ ബുൾ ഗിയറും ഒരു മെമ്പറായിട്ടായിരുന്നു റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ ലിവർ പിടിച്ച് തിരിച്ചപ്പോഴത്തേക്കിന് ബാക്ക് ഗിയർ എന്ത് ചെയ്തു? നമ്മളുടെ പിനിയണും അതുപോലെ തന്നെ നമ്മളുടെ ബുൾ ഗിയറുമായിട്ട് എൻഗേജ് ചെയ്തു. പക്ഷേ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണമെന്ന് നടക്കുന്നത്? ആ പിന്നെ അങ്ങ് മാറ്റണം. സോ ആ പിന്നെ അങ്ങ് മാറ്റി. അപ്പോൾ പിന്ന് മാറ്റിയപ്പോഴത്തേക്കിന് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഒന്ന് നോക്കണേ. ഇവിടെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന മോട്ടർ കറങ്ങും. മോട്ടർ കറങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ എന്ത് കറങ്ങും? നമ്മുടെ ആ കോൺപുള്ളി കറങ്ങും. പക്ഷേ കോൺപുള്ളി കറങ്ങുമ്പോൾ സ്പിൻഡിൽ കറങ്ങുമോ? ഇല്ല. കാരണം കോൺപുള്ളിയും സ്പിൻഡിലുമായിട്ട് കണക്ഷൻ വരുന്നില്ല. നമ്മൾ ആ പിന്നെടുത്ത് മാറ്റിയിട്ടുണ്ട്. സോ കോൺപുള്ളി ഫ്രീ ആയിട്ട് അവിടെ കിടന്ന് കറങ്ങും ആണല്ലോ. ഇനി അടുത്ത് സംഭവിക്കാൻ പോകുന്നത്, ഈ കറക്കം ഈ ഗിയറിലോട്ട് വരും. അപ്പോൾ ഈ ഒരു ഗിയറും നമ്മളുടെ ആ കോൺപുള്ളിയുമായിട്ട് എന്താണ്? കണക്റ്റഡ് ആണ്. നമ്മളുടെ ആ കോൺപുള്ളിയിൽ കണക്ട് ചെയ്ത് വെച്ചേക്കുകയാണ് നമ്മളുടെ ഈ പിനിയൻ എന്ന് പറഞ്ഞ ഗിയർ. അപ്പോൾ കോൺപുള്ളി കറങ്ങുമ്പോൾ പിനിയൻ എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങുന്നുണ്ട്. സോ പിനിയൻ കറങ്ങുന്നതിനനുസരിച്ച് ഇപ്പോൾ ഇത് തമ്മിൽ എന്താണ്? ഒരു മെമ്പറായിട്ടല്ലേ ഇരിക്കുന്നത്. സോ ഒരു മെമ്പറായിട്ട് പിനിയൻ കറങ്ങുന്നതിനനുസരിച്ച് ഈ ഗിയർ എന്ത് ചെയ്യും? കറങ്ങും. ഈ ഗിയർ കറങ്ങുമ്പോൾ ഈ ഒരു ഷാഫ്റ്റ് എന്ത് ചെയ്യും? കറങ്ങും. ഈ ഷാഫ്റ്റ് കറങ്ങുമ്പോൾ ഈ ഒരു ഗിയർ എന്ത് ചെയ്യും? കറങ്ങും. ആ ഒരു കറക്കം എവിടെ കിട്ടും? നമ്മുടെ ഈ ബുൾ ഗിയറിൽ കിട്ടും. സോ ബുൾ ഗിയർ എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങുന്നുണ്ട്. സോ ബുൾ ഗിയർ കറങ്ങുമ്പോൾ എന്ത് ചെയ്യും? സ്പിൻഡിലും കറങ്ങും. എന്നൂടെ പറയാം. ഈ കേസിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കിന് ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മളുടെ മോട്ടർ കറങ്ങുന്നുണ്ട്. മോട്ടർ കറങ്ങുന്നതിനനുസരിച്ച് നമ്മളുടെ കോൺപുള്ളി കറങ്ങും. കോൺപുള്ളി നമ്മളുടെ പിനിയനുമായിട്ട് എന്താണ്? അറ്റാച്ച്ഡ് ആണ്. സോ കോൺപുള്ളി കറങ്ങുന്നുണ്ട്. കോൺപുള്ളി കറങ്ങുമ്പോൾ പിനിയൻ കറങ്ങും. ഇനി പിനിയനിൽ അറ്റാച്ച് ചെയ്തേക്കുന്ന ഈ ഗിയർ കറങ്ങും. ഈ ഗിയർ കറങ്ങുന്നതിനനുസരിച്ച് ഈ ഒരു ഷാഫ്റ്റ് കറങ്ങും. ആ ഷാഫ്റ്റ് കറങ്ങുന്നതിനനുസരിച്ച് ഈ ഒരു ചെറിയ ഗിയർ കറങ്ങും. ഈ ഗിയറും നമ്മളുടെ ബുൾ ഗിയറുമായിട്ട് എന്താണ്? അറ്റാച്ച് ചെയ്ത് വെച്ചേക്കാണ്, അല്ലെങ്കിൽ മെഷ് ചെയ്തിരിക്കുകയാണ്, കണക്റ്റഡ് ആണ്. സോ ഈ ഗിയർ കറങ്ങുമ്പോൾ നമ്മുടെ ബുൾ ഗിയർ എന്ത് ചെയ്യും? കറങ്ങും. ബുൾ ഗിയറും നമ്മുടെ സ്പിൻഡിലുമായിട്ട് എന്താ? കണക്റ്റഡ് അല്ലേ. സോ ബുൾ ഗിയർ കറങ്ങുമ്പോൾ നമ്മുടെ സ്പിൻഡിലും എന്ത് ചെയ്യും? കറങ്ങും. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബാക്ക് ഗിയർ മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് ഗിയർ ഉപയോഗിക്കുന്നുണ്ടുള്ള ഗുണം എന്താ? ബാക്ക് ഗിയർ ഉപയോഗിക്കുന്നുണ്ടുള്ള ഗുണം എന്ന് പറയുമ്പോൾ ഇനീഷ്യലി നമുക്ക് എത്ര സ്പീഡായിരുന്നു ഇവിടെ വരുന്നത്? 4 സ്റ്റെപ്പ്ഡ് പുള്ളിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1, 2, 3, 4 അങ്ങനെ 4 സ്പീഡായിരുന്നു നമുക്ക് വന്നിരുന്നത്. പക്ഷേ ഇത് കണക്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് നമുക്കിപ്പം എത്ര സ്പീഡ് കിട്ടും? 5, 6, 7, 8 ഒരു 4 സ്പീഡോടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു മെക്കാനിസത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്, ബാക്ക് ഗിയർ മെക്കാനിസം വഴി. കാരണം ഇപ്പോൾ ബാക്ക് ഗിയർ മെക്കാനിസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പം ഡയറക്റ്റ് ആയിരുന്നു ഡ്രൈവ് വരുന്നത്. പക്ഷേ ഇവിടെ ഡ്രൈവ് വരുന്നതെന്ന് പറയുമ്പം ഈ ഒരു വലിയ ഗിയറിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഡ്രൈവ് വരുന്നത്. സോ ഇവിടെ ഒരു വലിയ ഗിയർ കണക്റ്റഡ് ആയതുകൊണ്ട് ഇവിടെ വലിയ ഗിയറാണ് കണക്ട് ചെയ്തേക്കുന്നത്. സോ വലിയ ഗിയർ കണക്ട് ചെയ്യുമ്പം ഇതിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും? കുറയും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ വണ്ടിയുടെ ഫസ്റ്റ് ഗിയർ ഇടുമ്പോഴത്തേക്കിന് അവിടെ വലിയ ഗിയറാണ് കറക്കുന്നത്. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ സ്പീഡ് എന്ത് ചെയ്യുന്നത്? കുറയുന്നത്. സോ അതുപോലെ തന്നെ ഇവിടെ ഇപ്പം വലിയ ഗിയറാണ് ഈ ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. സോ വലിയ ഗിയർ കണക്റ്റഡ് ആയതുകൊണ്ട് ഇതിൻ്റെ സ്പീഡ് എന്തായിരിക്കും? ഇവിടെ കിട്ടുന്നതിൻ്റെ സ്പീഡിനെക്കാട്ടിലും കുറവായിരിക്കും ഇവിടെ വരുന്നത്. സോ ആ സ്പീഡാണ് നമ്മുടെ എങ്ങോട്ട് കണക്ട് ചെയ്യുന്നത്? നമ്മുടെ സൺ ഗിയറിലോട്ടും നമ്മുടെ ബുൾ ഗിയറിലോട്ടും പിന്നെ നമ്മുടെ
ആ സ്പിൻഡിലോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ നമ്മളുടെ ബാക്ക് ഗിയർ വരുമ്പോഴത്തേക്കിന് സ്പീഡ് എന്ത് ചെയ്യും, കുറയുവാണ് ചെയ്യുന്നത്. 4 റെഡ്യൂസ്ഡ് സ്പീഡും കൂടെ നമ്മുടെ ബാക്ക് ഗിയറിൽ നമുക്ക് കിട്ടും. അപ്പോൾ 4 എത്ര സ്പീഡായി, 8 സ്പീഡ് നമുക്ക് എവിടെ കിട്ടുന്നുണ്ട്, നമ്മുടെ ബാക്ക് ഗിയർ അറേഞ്ച്മെൻറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നമ്മളുടെ ആ നോട്ട്സാണ്, അത് ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തായിട്ട് വരുന്നത് നമ്മുടെ സ്പിൻഡിലിൻ്റെ മെക്കാനിസം ആണ് ഓൾ ഗിയർഡ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഓൾ ഗിയർഡ് ഡ്രൈവ് മെക്കാനിസത്തിൽ നമ്മളുടെ ഇതായിരിക്കും നമ്മളുടെ ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ആ ഹെഡ് സ്റ്റോക്കിൽ ഇപ്പോൾ എത്ര ഷാഫ്റ്റ് ഉണ്ടെന്ന് നോക്കിയേ, 1 2 3 മൊത്തത്തിൽ 3 ഷാഫ്റ്റ് ആണുള്ളത്. ഈ ഒരു 3 ഷാഫ്റ്റിലെ ഓരോ ഷാഫ്റ്റിലും എത്ര ഗിയേഴ്സും വെച്ചും വരുന്നുണ്ട്, 3 ഗിയറും വെച്ചും വരുന്നുണ്ട്. അപ്പോൾ ഈ ഗിയർ ഷാഫ്റ്റ് 1 നോക്കിക്കഴിഞ്ഞാൽ ABC എന്ന് പറഞ്ഞാൽ 3 ഗിയറുണ്ട്, ഷാഫ്റ്റ് 2 നോക്കിക്കഴിഞ്ഞാൽ DF എന്ന് പറഞ്ഞാൽ 3 ഗിയറുണ്ട്, ഷാഫ്റ്റ് 3 നോക്കിക്കഴിഞ്ഞാൽ GHI എന്ന് പറഞ്ഞാൽ 3 ഗിയർ വരുന്നുണ്ട്. then ഇതായിരിക്കും നമ്മുടെ ഹെഡ് സ്റ്റോക്ക്. ഹെഡ് സ്റ്റോക്കിൽ ഇപ്പോൾ എത്ര ഷാഫ്റ്റാണ് വന്നിരിക്കുന്നത്, 3 ഷാഫ്റ്റ് വന്നിട്ടുണ്ട്. ആ 3 ഷാഫ്റ്റിൽ 3 ഗിയേഴ്സും വെച്ചും വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മുടെ ഈ ഷാഫ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് സ്പ്ലൈൻഡ് ഷാഫ്റ്റാണ്. സ്പ്ലൈൻഡ് ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഷാഫ്റ്റാണ് സ്പ്ലൈൻഡ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഷാഫ്റ്റിന് ഒരു പ്രൊജക്ഷൻ കാണും. ഇതേണ്ടേ ഇനി അടുത്ത് നമ്മുടെ ഗിയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗിയറിൽ ഇതേണ്ടേ ഇങ്ങനെ ഒരു റിസസും കാണും, ഒരു ക്യാവിറ്റി പോലെ ഒരു റിസസും കാണും. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഗിയറിന് ഈ ഷാഫ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റെസിപ്രോക്കേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ഈ ഒരു ഷാഫ്റ്റ് കറങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ ഗിയറിന് കറങ്ങാനും പറ്റുന്നുണ്ട്. അതുപോലെ ഗിയറിന് ഈ ഷാഫ്റ്റിൽ കിടന്ന് ആക്ച്വലി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മൂവ് ചെയ്യാനായിട്ടും ഒരു ലീനിയർ മൂവ്മെൻറ്റ് നമ്മുടെ ഗിയറിന് അവിടെ പോസിബിൾ ആണ്. സോ അതാണ് സ്പ്ലൈൻഡ് ഷാഫ്റ്റിൻ്റെ പ്രത്യേകത. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേന് ഇവിടെ ഇപ്പം നമ്മുടെ ഇതായിരുന്നു നമ്മളുടെ 3 ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ കേസിലിട്ട് നമുക്കൊരു മോട്ടർ വരും. നോക്കി ഇത് നമ്മുടെ മോട്ടറാണ്. ഈ മോട്ടറിൽ നിന്ന് റൊട്ടേഷൻ എങ്ങോട്ട് വരുന്നുണ്ട്, ഈ ഒരു പുള്ളിയിലോട്ട് വരുന്നുണ്ട്. ഈ പുള്ളി നമ്മളുടെ ഫസ്റ്റ് ഷാഫ്റ്റിലോട്ട് കണക്റ്റഡ് ആണ്. സോ നമ്മുടെ മോട്ടർ കറങ്ങുന്നു, പുള്ളി കറങ്ങുന്നു, ഫസ്റ്റ് ഷാഫ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കറങ്ങുന്നുണ്ട് ആണല്ലോ. ഇനി ഈ ഷാഫ്റ്റിലെ എ എന്ന് പറഞ്ഞ ഗിയർ നമ്മളുടെ ഡി-ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും, മെഷ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ബി എന്ന് പറഞ്ഞ ഗിയർ ഇയുമായിട്ട് മെഷ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ സി എന്ന് പറഞ്ഞ ഗിയർ എഫുമായിട്ട് മെഷ് ചെയ്യുക. ഇങ്ങനെ 3 പോസിബിലിറ്റിയാണ് വരുന്നത്. ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും 2 ഗിയർ തമ്മിൽ എന്തായിരിക്കും, മെഷിങ്ങിലായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ബിയും ഇയും തമ്മിൽ എന്താണ്, മെഷിങ്ങിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു കറക്കം നമ്മുടെ ഫസ്റ്റ് ഷാഫ്റ്റിൽ കിട്ടി. ഷാഫ്റ്റ് കറങ്ങുമ്പോൾ നമ്മുടെ ഈ 3 ഗിയറും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 ഗിയറും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ 3 ഗിയറിലായിട്ട് ഈ 3 ഗിയറിൽ ഏതെങ്കിലും ഒരു ഗിയർ എന്തായിരിക്കും, കണക്റ്റഡ് ആയിരിക്കും. സോ നമ്മളുടെ ഏതെങ്കിലും ഒരു ഗിയർ, ഈ ഷാഫ്റ്റിൽ ഏതെങ്കിലും ഒരു ഗിയർ റൊട്ടേറ്റ് ചെയ്യും. ആ ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആ ഷാഫ്റ്റ് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. സോ ബാക്കിയുള്ള ഗിയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ആ ഷാഫ്റ്റിൽ കണക്ട് ചെയ്തേക്കുമല്ലേ ഗിയർ. അപ്പോൾ ഏതെങ്കിലും ഒരു ഗിയർ കറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ആ ഷാഫ്റ്റ് കറങ്ങുന്നതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള ഗിയർ എന്ത് ചെയ്യും, കറങ്ങുകയാണ് അവിടെ ചെയ്യുന്നത്. ഇനി അടുത്ത 3ാമത്തെ ഷാഫ്റ്റ് വരുന്നുണ്ട്. ഇനി ഈ 3ാമത്തെ ഷാഫ്റ്റിൽ 3 ഗിയർ അല്ലേ വന്നിരിക്കുന്നത്. ഇവിടെ 3 പോസിബിലിറ്റിയാണ്. ഒന്നെങ്കിൽ ഈ ഡിയും ജിയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇയും എച്ചുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ എഫും ഐയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയും എച്ചുമായിട്ട് കണക്റ്റഡ് ആണ്. സോ അപ്പോൾ ഗിയർ 2 കറങ്ങി, ഷാഫ്റ്റ് 2 കറങ്ങി. ഷാഫ്റ്റ് 2 കറങ്ങുമ്പോൾ ഷാഫ്റ്റ് 2ലുള്ള ഡിയോ ഇയും എഫും ആ 3 ഗിയർ എന്ത് ചെയ്യുന്നുണ്ട്, കറങ്ങുന്നുണ്ട്. ഇനി ഡിയും ഇയും എഫുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നത് ഒന്നെങ്കിൽ ഡിയും ജിയുമായിട്ടായിരിക്കും അറ്റാച്ച് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഇയും എച്ചുമായിട്ടായിരിക്കും അറ്റാച്ച് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ എഫും ഐയുമായിട്ടായിരിക്കും അറ്റാച്ച് ചെയ്യുന്നത്. സോ ഏതെങ്കിലും ഒരു ഗിയർ കറങ്ങും. ആ ഗിയർ കറങ്ങുമ്പോൾ ബാക്കിയുള്ള ഗിയറും അതുപോലെ ഈ ഷാഫ്റ്റും എന്ത് ചെയ്യും, കറങ്ങും. ഈ ഷാഫ്റ്റിൻ്റെ അറ്റത്താണ് എന്ത് കണക്ട് ചെയ്തേക്കുന്നത്, നമ്മുടെ സ്പിൻഡിൽ കണക്ട് ചെയ്തേക്കുന്നത്. നോക്കി ഈ ഷാഫ്റ്റിൻ്റെ നമ്മുടെ 3ാമത്തെ ഷാഫ്റ്റിൻ്റെ ഈ ഒരറ്റത്തായിട്ടാണ് എന്ത് വരുന്നത്, ആ സ്പിൻഡിൽ വരുന്നത്. സോ നമ്മുടെ 3ാമത്തെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആ 3ാമത്തെ ഷാഫ്റ്റിൻ്റെ എൻഡിലുള്ള എന്തും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്പിൻഡിലും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു വേറൊരു വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മളുടെ 3 ഷാഫ്റ്റ്, ആ 3 ഷാഫ്റ്റിൽ 3 ഗിയർ. ഇനി ഓരോ ഗിയറും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെ അത് സ്പ്ലൈൻഡ് ഷാഫ്റ്റ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ അങ്ങനെ മൂവ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഗിയറുമായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവിടെ കോണ്ടാക്ട് വരുന്നത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും ഈ 3 ഷാഫ്റ്റ് എന്തായിരിക്കും, കറങ്ങിക്കൊണ്ടിരിക്കും.
മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴും ഈ 3 ഷാഫ്റ്റ് കറങ്ങിക്കൊണ്ടിരിക്കും. ഇനി അടുത്തത് ഏതൊക്കെ ഗിയർ തമ്മിലാണ് കണക്ട് ചെയ്തേക്കുന്നത് നോക്കിയിട്ട് പല സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും ആണല്ലോ. ഇനി ഈ ഷാഫ്റ്റിൽ, അതായത് നമ്മുടെ ഈ ഷാഫ്റ്റിന് ഇപ്പം എത്ര സ്പീഡ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? അതായത് ഈ ഷാഫ്റ്റ് കറങ്ങുന്നതിനനുസരിച്ചാണ് നമ്മുടെ സ്പിൻഡിൽ കറങ്ങുന്നത്. അപ്പോൾ സ്പിൻഡിലിൻ്റെ റൊട്ടേഷൻ നമുക്ക് മാറ്റാൻ വേണ്ടിയല്ലേ നമ്മൾ ഈ ഒരു മെക്കാനിസം യൂസ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെക്കാനിസം വഴി നമുക്ക് എത്ര സ്പീഡ് ഇവിടെ കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? ഒന്ന് നോക്കിയേ. നമ്മളുടെ എയും ഡിയുമായിട്ട് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഒരു പോസിബിലിറ്റിയാണ്. അപ്പോൾ എയും ഡിയുമായിട്ട് കണക്റ്റഡ് ആയി ആണല്ലോ. ഇനി അടുത്തെന്ന് പറയുമ്പോൾ ഡിയും ജിയുമായിട്ട് കണക്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഇയും എച്ചുമായിട്ട് കണക്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എഫും ഐയുമായിട്ട് കണക്ട് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ എയും ഡിയുമായിട്ട് കണക്റ്റഡ് ആയി. അതാണ് ഫസ്റ്റ് 1ഉം 2 അപ്പോൾ മെഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് 2ഉം 3ഉം ആയിട്ടാണ്. അപ്പോൾ 2, 3 ഒന്നെങ്കിൽ ഡിയും ജിയും ആകാം, അല്ലെന്നുണ്ടെങ്കിൽ ഇയും എച്ചും ആകാം, അല്ലെങ്കിൽ എന്തുണ്ടാകാം, എഫും ഐയും. ഈ 3 ഏതെങ്കിലും പോസിബിലിറ്റി. അപ്പോൾ ഇപ്പോൾ എത്ര സ്പീഡായി? മൊത്തത്തിൽ 3 സ്പീഡ് ഇവിടെ നമുക്ക് അച്ചീവ് ചെയ്തു. ഇനി അടുത്തത് ബിയും എന്തുമായിട്ടാണ് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത്? ബിയും ഡിയുമായിട്ട് അറ്റാച്ച് ചെയ്യുമോ? ഇല്ല. ബിയും ഇയുമായിട്ടേ അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ആ ഗിയറും ഈ ഗിയറുമായിട്ട് അറ്റാച്ച് ചെയ്തില്ല, ബിയും ഇയുമായിട്ട് അറ്റാച്ച്ഡ് ആവത്തുള്ളൂ ആണല്ലോ. അപ്പോൾ ബിയും ഇയുമായിട്ട് അറ്റാച്ച്ഡ് ആയി. അപ്പോൾ 1ഉം 2ഉം അറ്റാച്ച്ഡ് ആയി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് ഒന്നെന്നുണ്ടെങ്കിൽ ഇയും എച്ചും ആകാം, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിയും ജിയും ആകാം, അല്ലെന്നുണ്ടെങ്കിൽ എന്താകാം, എഫും ഐയും ആകാം. അപ്പോൾ എത്ര സ്പീഡായി? അപ്പോൾ വീണ്ടും 3 സ്പീഡായി. അപ്പോൾ ആദ്യം എ ഡി, ഇനി അടുത്ത ഡിയിൽ നിന്ന് ജി, അല്ലെങ്കിൽ ഇയിൽ നിന്ന് എച്ച്, അല്ലെങ്കിൽ എന്താണ്, എഫിൽ നിന്ന് ഐ. അപ്പോൾ ആദ്യത്തെ 3 സ്പീഡ്. അടുത്തത് ബി ടു ഇ, അടുത്തത് ഡി ജി, അല്ലെങ്കിൽ ഇ എച്ച്, അല്ലെങ്കിൽ എഫ് ഐ. ഇപ്പോഴും എത്ര സ്പീഡായി? 3 സ്പീഡ്. ഇനി അടുത്ത് നമ്മുടെ സി അല്ലേ ബാക്കിയുള്ളത്. ഇനി സിയും എന്തുമായിട്ടായിരിക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നത്? സിയും എഫുമായിട്ടേ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ആയിരിക്കും നമ്മൾ ഗിയർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സി ഒരിക്കലും ഇത്രയും പോകത്തില്ല, ഡിയുടെ അടുക്ക വരെ പോകത്തില്ല. സിയും ഇയുമായിട്ട് എന്തൊക്കെയായാലും കണക്ട് ആവത്തില്ല. അടുത്ത സിയും എഫുമായിട്ടായിരിക്കും കണക്ട് ആവുന്നത്. അപ്പോൾ സിയും എഫുമായിട്ട് കണക്ട് ആകുമ്പോൾ 1ഉം 2ഉം ഷാഫ്റ്റ് കറങ്ങുന്നുണ്ട്. ഇനി അടുത്തത് ഇവിടുന്നുള്ളത് നോക്കണം. അപ്പോൾ ഇവിടുന്ന് പറയുമ്പോൾ എഫും ഐയുമായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇയും എച്ചുമായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഡിയും ജിയുമായിട്ട്. അപ്പോൾ ഇപ്പോഴും എത്ര സ്പീഡായി? എഫ് ഐ, ഇ എച്ച്, ഡി ജി. അപ്പോഴും എത്ര സ്പീഡായി? 3 സ്പീഡ്. അപ്പോൾ ആദ്യം എ ഡി, പിന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡി ജി, ഇ എച്ച്, എഫ് ഐ. അപ്പോൾ 3 സ്പീഡ്. അടുത്തത് ബി ഇ, അടുത്തത് ഡി ജി, ഇ എച്ച്, എഫ് ഐ. അപ്പോഴും 3 സ്പീഡ്. അടുത്ത സി എഫ്, അടുത്തായിട്ട് ഡി ജി, ഇ എച്ച്, എഫ് ഐ. അപ്പോഴും 3 സ്പീഡ്. അപ്പോൾ 3, 3, 6, 3, 9, അങ്ങനെ 9 സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമ്മുടെ ഈ ഒരു സ്പിൻഡിൽ റൊട്ടേഷൻ കിട്ടുന്നുണ്ട്. ശ്രദ്ധിക്കണേ, ഈ എയുടെയും ബിയുടെയും സിയുടെയും അളവുകൾ എന്താ, ഡിഫറൻ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എയിൽ നിന്ന് ഡിയിലോട്ട് കിട്ടുന്ന കറക്കമല്ല ബിയും ഇയുമായിട്ട് മെഷ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ സിയും എഫുമായിട്ട് മെഷ് ചെയ്യുമ്പോൾ. അപ്പോൾ എയും ഡിയുമായിട്ട് മെഷ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ സ്പീഡിലായിരിക്കും നമ്മളുടെ 2 കറങ്ങുന്നത് ആണല്ലോ. ഇനി ആ ഒരു സ്പീഡും നമ്മുടെ ഓരോ ഗിയറും കണക്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ ഈ ഷാഫ്റ്റിന് എത്ര റൊട്ടേഷൻ വരുന്നുണ്ട്? 3 റൊട്ടേഷൻ വരുന്നുണ്ട്. ഇനി അടുത്ത ബിയും ഇയും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? നമ്മുടെ ഈ ഷാഫ്റ്റിൻ്റെ കറക്കം മാറും. ഇനി അടുത്തത് ഈ അറ്റാച്ച് ചെയ്തേക്കുന്ന ഗിയറും ഈ ഗിയറും തമ്മിൽ മെഷ് ചെയ്യുന്നതിനനുസരിച്ച് വീണ്ടും എന്ത് ചെയ്യും? 3 സ്പീഡ് കിട്ടും. അതുപോലെ തന്നെ സിയും എഫുമായിട്ട് അറ്റാച്ച് ചെയ്തു. ഇനി അടുത്ത ബാക്കി 3 ഗിയറും ഈ 3 ഗിയറുമായിട്ട് മെഷ് ചെയ്യുന്നതിനനുസരിച്ച് വീണ്ടും എന്ത് ചെയ്യും? 3 സ്പീഡ് കിട്ടും. അങ്ങനെ ടോട്ടൽ 9 സ്പീഡ് നമ്മുടെ എവിടെ കിട്ടുന്നുണ്ട്? നമ്മുടെ ഈ ഒരു സ്പിൻഡിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് നമ്മളുടെ ഓൾ ഗിയർ ഡ്രൈവിൻ്റെ പ്രത്യേകത. ഇതാണ് നമ്മുടെ സ്ലൈഡിലെ നോട്ട്സ് കൂടെ എന്ത് ചെയ്യണം? ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇതാണ് ആ ഫസ്റ്റ് നോട്ടുള്ള സ്ലൈഡ്, ഇത് ആ നോട്ടുള്ള സെക്കൻഡ് സ്ലൈഡ്. അപ്പോൾ ഇതുകൂടെ ഒന്ന് നോട്ട്ബുക്കിലോട്ടൊന്ന് എഴുതിയേക്കണം. ആ ഒരു 9 സ്പീഡിൻ്റെ കേസിൽ ഡൗട്ട് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോക്കിക്കോണം. ഇതിപ്പോൾ നമ്മളുടെ 1 and 2 ഷാഫ്റ്റാണ്, ഇത് നമ്മളുടെ 2 and 3 ഷാഫ്റ്റാണ്. അപ്പോൾ നമ്മളുടെ 1 and 2 ഷാഫ്റ്റിനെ ഏതൊക്കെ ഗിയർ വഴി കണക്ട് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നെങ്കിൽ എയും ഡിയുമായിട്ട് കണക്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ബിയും ഇയുമായിട്ട് കണക്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ സിയും എഫുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ 3 രീതിയിലാണ് 1 and 2 ഷാഫ്റ്റിനെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി അടുത്ത 2 and 3 ഷാഫ്റ്റ് ഉണ്ട്. സെക്കൻഡ് ഷാഫ്റ്റും തേർഡ് ഷാഫ്റ്റും ഉണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് ഷാഫ്റ്റിനെയും തേർഡ് ഷാഫ്റ്റിനെയും കൂടെ എങ്ങനെ കണക്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. സെക്കൻഡ് ഷാഫ്റ്റിനെയും തേർഡ് ഷാഫ്റ്റിനെയും നമുക്ക് 3 രീതിയിലാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഒന്നെങ്കിൽ ഡിയും ജിയും, അല്ലെന്നുണ്ടെങ്കിൽ ഇയും എച്ചും, അല്ലെന്നുണ്ടെങ്കിൽ എഫും ഐയും.
മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് 3 കോമ്പിനേഷൻസ് ആണ് വരുന്നത്. ഇനി അടുത്തത് എയും ഡിയും മെഷ് ഇരിക്കുന്നു. ഇനി അടുത്തത് ഡിയും ജിയും ഇയും എച്ചും എഫും ഐയും വേണമെന്നുണ്ടെങ്കിൽ അവിടെ വരാം. എയും ഡിയും തമ്മിൽ 1ഉം 2ഉം കണക്റ്റഡ് ആയി. ഇനി അടുത്ത 2നെയും 3യെയും കണക്ട് ചെയ്യാനായിട്ട് ഒന്നെന്നുണ്ടെങ്കിൽ ഡിയും ജിയും ആയിട്ട് കണക്ഷൻ വരാം, അല്ലെന്നുണ്ടെങ്കിൽ ഇയും എച്ചുമായിട്ട് കണക്ഷൻ വരാം, അല്ലെന്നുണ്ടെങ്കിൽ എഫും ഐയുമായിട്ട് കണക്ഷൻ വരാം. കാരണം എയും ഡിയും ആയിട്ട് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ 2 കിടന്ന് കറങ്ങും. 2 കിടന്ന് കറങ്ങുമ്പോൾ ഇ കിടന്ന് കറങ്ങത്തില്ലേ? ഇയും കറങ്ങും എഫും കറങ്ങും. സോ ഇയിൽ നിന്ന് എച്ചിലോട്ടോ കണക്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ എഫിൽ നിന്ന് ഐയിലോട്ടോ കണക്ട് ചെയ്യാം. സോ നമ്മളുടെ മൂന്നാമത്തെ ഷാഫ്റ്റ് എന്ത് ചെയ്യും? കറങ്ങും. അതിൻ്റെ കൂട്ട് തന്നെ ബിയും ഇയുമായിട്ടാണ് കണക്റ്റഡ്. അപ്പോൾ ബിയും ഇയും കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഡിയും കറങ്ങും എഫും കറങ്ങും. കാരണം ഇ കറങ്ങുമ്പോൾ സെക്കൻഡ് ഷാഫ്റ്റ് കറങ്ങുന്നുണ്ട്. സെക്കൻഡ് ഷാഫ്റ്റ് കറങ്ങുമ്പോൾ സെക്കൻഡ് ഷാഫ്റ്റിലുള്ള ഡി ഗിയറും എഫ് ഗിയറും എന്ത് ചെയ്യും? കറങ്ങും. അപ്പോൾ ഈ 3 ഗിയറിൽ ഏതെങ്കിലും ഒരു ഗിയറിലോട്ട് ഈ ഗിയേഴ്സ് എന്ത് ചെയ്താൽ മതി? അറ്റാച്ച് ചെയ്താൽ മതി. സോ അതുകൊണ്ട് ഒന്നെന്നുണ്ടെങ്കിൽ ഡിയിലോട്ട് ജി കണക്ട് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഇയിലോട്ട് എച്ച് കണക്ട് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ എഫിലോട്ട് എന്ത് ചെയ്യുക? ഐ കണക്ട് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് 3 പോസിബിലിറ്റി വരുന്നത്. സോ ഈ 3ഉം 3ഉം 6ഉം 3ഉം എത്രയായി? നമുക്ക് 9 സ്പീഡ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈ ഒരു ഓൾ ഗിയർഡ് ഡ്രൈവിൽ നിന്ന് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്.